ക്ലാസ് 3 വിഷയം മലയാളം യൂണിറ്റ് 1 പൂമൊട്ട്. അൽബേനിയയിലെ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരുന്നു ആഗ്നസ്. നല്ല ഭംഗിയുള്ള കൊച്ചുമിടുക്കി. ഹോങ്സ് എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. പൂമൊട്ട് എന്നർത്ഥം. അവളുടെ മൂത്ത സഹോദരൻ ലാസർ. എഡ്ജ് എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ലാസർ മധുരകൊതിയനായിരുന്നു. കേക്കും ജാമും ചോക്ലേറ്റുമായിരുന്നു അവൻ്റെ ഇഷ്ടഭക്ഷണം. അമ്മ വീട്ടിലില്ലാത്ത തക്കം നോക്കി ലാസറും എഡ്ജും മധുരപലഹാരങ്ങൾ എടുത്തു തിന്നുമായിരുന്നു. എന്നാൽ ഇളയവളായ ഹോങ്സ് അവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അമ്മയറിയാതെ ആഹാരം എടുത്തു കഴിക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു അവളുടെ പക്ഷം. ആരും കാണുന്നില്ലെന്നു കരുതി ഒരിക്കലും തെറ്റു ചെയ്യരുത്. അമ്മയുടെ ഈ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. ഒരു ദിവസം സഹപാഠികളെയും ചില അധ്യാപകരെയും കളിയാക്കി ചിരിക്കുകയായിരുന്നു ചേട്ടനും ചേച്ചിയും. ഹോങ്സും അതിൽ കൂട്ടുചേർന്നു. അടുത്ത മുറിയിലിരുന്ന് തുണിയിൽ ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിക്കുകയായിരുന്ന അമ്മ അത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് വെളിച്ചമണഞ്ഞു. മുറിയിലാകെ ഇരുട്ടു പരന്നു. കുട്ടികൾ പരിഭ്രാന്തരായി. അവർ പുറത്തിറങ്ങി നോക്കി. തൊട്ടടുത്ത വീടുകളിൽ തെരുവുകളിലും നല്ല വെളിച്ചം. കുട്ടികൾ അമ്മയുടെ മുറിയിൽ ഓടിയെത്തി. അവിടെയും വെളിച്ചമുണ്ട്. അമ്മ ശാന്തമായി ശ്രദ്ധാപൂർവം ജോലി ചെയ്യുകയാണ്. "അമ്മേ, ഞങ്ങളുടെ മുറിയിൽ മാത്രം വെളിച്ചമില്ല," ഹോങ്സ് പരാതിപ്പെട്ടു. "ഉണ്ടാവില്ല. നിങ്ങളുടെ മുറിയിൽ എന്തിനാണ് വെളിച്ചം?" കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. അമ്മ തുടർന്നു. "നിങ്ങൾ അവിടെ വലിയ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. കൂട്ടുകാരെയും ഗുരുനാഥന്മാരെയും പരിഹസിക്കുകയല്ലേ. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും." കുട്ടികൾ പരസ്പരം നോക്കി. അവർക്ക് കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞു കൊടുത്ത നല്ല കാര്യങ്ങൾ കേട്ടു പഠിച്ച ഹോങ്സ് ആരാണെന്നറിയണ്ടേ? അഗതികളുടെ അമ്മ എന്നറിയപ്പെട്ട മദർ തെരേസ. വായിക്കാം, കണ്ടെത്താം. പാഠഭാഗം വായിച്ചല്ലോ. ഇതിലെ കഥാപാത്രങ്ങൾ ആരെല്ലാം? ഹോങ്സ് എന്ന വിളിപ്പേരിന്റെ അർത്ഥം എന്താണ്? ലാസറും എഡ്ജും മധുരകൊതിയന്മാരാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അമ്മ കുഞ്ഞുങ്ങളുടെ മുറിയിലെ വിളക്കണച്ചത് എന്തുകൊണ്ടാണ്? വീട്ടുപടിക്കൽ വന്ന ആരെയും അവർ നിരാശപ്പെടുത്തിയിരുന്നില്ല. അവർക്ക് ആഹാരവും വസ്ത്രവും അഭയവും നൽകാൻ അവർ മറന്നിരുന്നുമില്ല. ആ നന്മ കണ്ടാണ് ഞങ്ങൾ വളർന്നത്. അവർ അയൽവീട്ടുകാരെ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. അതുവഴി ദൈവത്തെ അറിയാൻ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് നല്ല വഴി കാണിച്ചു തന്ന അമ്മയെ ഞാൻ എപ്പോഴും ഓർക്കുന്നു. നോബൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് മദർ തെരേസ നടത്തിയ പ്രസംഗത്തിൽ അമ്മയെ ഓർക്കുന്ന ഭാഗമാണിത്. നിങ്ങൾക്ക് ആരെക്കുറിച്ചാണ് ഇതുപോലെ ഓർത്തു പറയാനുള്ളത്? കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. എന്തെല്ലാം നന്മകൾ? നന്മ, സ്നേഹം, കാരുണ്യം. ആശയം കണ്ടെത്താം. മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. ഈ വാക്കുകളിലെ ആശയം കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതുക. കണ്ടെത്തുക. മദർ തെരേസയുടെ ജീവിതത്തിലെ കൂടുതൽ സംഭവങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുക. എൻ്റെ പദശേഖരണത്തിലേക്ക്. അഗതികൾ, പാവപ്പെട്ടവർ, ഗതിയില്ലാത്തവർ, സഹപാഠി, പരിഹസിക്കുക, അയൽപ്പക്കം. ഞാൻ വായിച്ചപ്പോൾ വായിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഒഴുക്കോടെ വായിച്ചു. ഞാൻ വായിച്ചത് കൂട്ടുകാർക്ക് മനസ്സിലായി. മൗനമായി വായിച്ച് ആശയം മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഉച്ചത്തിൽ വായിച്ചത്. എൻ്റെ ഉച്ചാരണം നന്നായിരുന്നു. ആവശ്യമുള്ളിടത്ത് ശബ്ദവ്യത്യാസം വരുത്തി നിർത്തേണ്ടിടത്ത് നിർത്തിയാണ് വായിച്ചത്.